കുറച്ച് മണിക്കൂറുകളല്ലേ ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാണാനുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ട്രംപിന്റെ ഭീഷണിയാണത്. ഇന്ത്യക്ക് മേൽ 50% അന്യായ ചുങ്കം ചുമത്തിയതിന് പിന്നാലെയും ട്രംപ് ഇങ്ങനെ ഭീഷണികൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. കീലേരി അച്ചുവിനെ പോലെ തന്നെ ബഹുമാനിച്ചും അനുസരിച്ചും ജീവിച്ചാൽ കൊള്ളാമെന്നതാണ് ട്രംപിന്റെ മനോഭാവം. വ്യാപാര കരാറിനെ മുൻനിർത്തി ട്രംപ് നടത്തുന്ന ഈ തീരുവക്കളി ഒരു തീക്കളിയാണെന്ന് പറയാതെ വയ്യ. ലോകരാജ്യങ്ങൾ പരസ്പരം വെച്ച് പുലർത്തേണ്ട ബഹുമാനത്തെയും മര്യാദകളെയും പരമാധികാരത്തെയും ട്രംപ് തകിടം മറിച്ചിടുകയാണെന്ന് ഉറപ്പിച്ചു പറയാം. ആദ്യം 25%, വൈകാതെ പിഴച്ചുങ്കമായി വീണ്ടും ഒരു 25%. റഷ്യൻ എണ്ണ വാങ്ങുന്നുവെന്ന പേരിൽ എൻ്റെ സുഹൃത്താണെന്ന് പറയുന്ന ഇന്ത്യയുടെ കഴുത്തറക്കുന്ന പരിപാടിയാണ് ട്രംപ് ചെയ്തത്. അമേരിക്കക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കണക്കുകൾ പ്രകാരം നമുക്ക് വേണ്ട ക്രൂഡ് ഓയിലിൻ്റെ 88% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഇറാഖ്, റഷ്യ, സൗദി അറേബ്യ എന്നിവരാണ് നമ്മുടെ പ്രധാന ആശ്രയം. ഇതിൽ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കഴിഞ്ഞ 3 വർഷത്തിൽ വർദ്ധിച്ചിട്ടുമുണ്ട്. അതിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്ക കൂടിയാണ് കാരണമെന്നതാണ് രസകരമായ വസ്തുത. യുക്രൈനിൽ റഷ്യ ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് വരേക്കും വെറും 2% താഴെയായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി. അതത്ര ഉയർന്ന നിരക്കുമായിരുന്നില്ല. എന്നാൽ യുദ്ധം കനത്തതോടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചു. റഷ്യയ്ക്ക് മേൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്ക് പിന്നാലെ വിപണി അസ്ഥിരത നേരിട്ടു. ഈ സമയത്ത് റഷ്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ വില കുറച്ചത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ഗുണമാണ് ഉണ്ടാക്കിയത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള വർഷങ്ങളിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 2% നിന്ന് 36% ഉയർന്നത്. വിലയിലെ വ്യതിയാനങ്ങൾ വ്യാപാരത്തെ സ്വാധീനിക്കുന്നത് ആഗോള വ്യാപാരത്തിൽ സ്വാഭാവികമായൊരു നടപടിയാണ്. ഇവയെയാണ് ട്രംപ് യുക്രൈന് നേരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ ചുങ്കം ചുമത്തി നേരിടുന്നത്. യുദ്ധത്തിലെ ധാർമ്മികതയെ സംബന്ധിച്ച് അമേരിക്ക ക്ലാസ് എടുക്കണമെന്നതായിരിക്കണം അടുത്ത ചോദ്യം. തീർച്ചയായും അത് വേണ്ടതേയില്ല. ചരിത്രം പരിശോധിച്ചാൽ അമേരിക്ക ഇടപെട്ട് സ്ഥിതി വഷളായ പല രാജ്യങ്ങളും നമുക്കടുത്ത് തന്നെയുണ്ട്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ, ക്യൂബ, സിറിയ, അങ്ങനെ വിശദമായൊരു ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. മറ്റൊന്നുകൂടി, റഷ്യയിൽ നിന്ന് അമേരിക്ക യുറേനിയം ഇറക്കുമതി ചെയ്യുന്നില്ലേ എന്ന് ട്രംപിനോട് ഒരു റിപ്പോർട്ടർ ചോദിച്ചിരുന്നു. ട്രംപ് അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടിപ്പോയി. അത് തനിക്ക് അറിയില്ലെന്നും പരിശോധിച്ച് പറയാമെന്നും പറഞ്ഞ് ഒരുവിധം തലയൂരി. ഇരട്ടത്താപ്പ് പുറത്തറിയണമല്ലോ. ചുങ്കത്തിൽ നിന്ന് ട്രംപ് ഫാർമസ്യൂട്ടിക്കൽസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളും മറ്റും യുഎസിന്റെ ആരോഗ്യ മേഖലയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണത്. പാകിസ്ഥാനിലെ എണ്ണപ്പാട ശേഖരത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു ദിവസം ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്ന് ഒളിയം പെയ്ത ട്രംപ് അന്നേ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ഫ്രണ്ട് കടുത്ത നടപടിയൊന്നും എടുത്തേക്കില്ലെന്ന് ചിലരെങ്കിലും കരുതി. പക്ഷെ ഒന്നിനും മടിക്കാത്ത ട്രംപ് ഇനി എന്തു ചെയ്യുമെന്ന് കണ്ടുതന്നെ അറിയണം. US താൽപ്പര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യാപാര കരാറാണ് ട്രംപിന്റെ ലക്ഷ്യം. അത് വൈകുന്നതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നതും. ആ ഒരു ഒപ്പിന് വേണ്ടിയാണ് സുഹൃത്താണെന്ന മര്യാദ പോലുമില്ലാതെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി കാര്യം നേടാൻ ട്രംപ് കളിക്കുന്നത്.